ഗൈസ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മുടെ KSRTC ബസ്സിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇത് നമ്മുടെ പാർട്ട് 14 വീഡിയോ ആണ് ഗൈസ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ വണ്ടിക്കൊരു ബ്രേക്ക് ലൈറ്റ് ആണ് ഗൈസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ബ്രേക്ക് ലൈറ്റ് ഇൻഡിക്കേറ്റർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഈ വീഡിയോയിൽ ഇത് രണ്ടും എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ അടുത്ത വീഡിയോയിൽ ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്യുന്നത് എങ്ങനെയാണ് സർക്യൂട്ടും കാര്യങ്ങളും ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും ഗൈസ്. അപ്പം നമ്മൾ ഇതുപോലെ രണ്ടെണ്ണം നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. അത് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഗൈസ്. അപ്പം നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ ഒന്ന് സബ് ചെയ്യുക ഗൈസ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മിനിയേച്ചർ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. നമ്മൾ നോക്കിയിട്ട് തീർച്ചയായിട്ടും ഉണ്ടാക്കുന്നതായിരിക്കും ഗൈസ്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നോക്കിയിട്ട് റിപ്ലൈ കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഒരു ലൈറ്റും കാര്യങ്ങളും തെളിച്ചാണിക്കും ഗൈസ്. അപ്പോൾ നിങ്ങൾ അതൊന്ന് കാണും ഗൈസ്. അപ്പോൾ നമ്മൾ ഒരു സൈഡിലെ ബ്രേക്ക് ലൈറ്റ് തെളിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് അതിൻ്റെ വെട്ടം കാര്യങ്ങളൊക്കെ വരുന്നത്. ബ്രേക്ക് ലൈറ്റിന് അത്യാവശ്യം വെട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ നല്ല വെട്ടമൊക്കെ ഉണ്ട്. ആദ്യം നമ്മൾ ഇൻഡിക്കേറ്ററിനെ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇതാണ് ഇൻഡിക്കേറ്ററിൻ്റെ വെട്ടം വരുന്നത് ഗൈസ്. നമ്മളിപ്പോൾ ഇൻഡിക്കേറ്റർ മിന്നുന്ന രീതിക്ക് സർക്യൂട്ട് സെറ്റ് ചെയ്തിട്ടില്ല ഗൈസ്. അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ അടുത്ത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ് ചെയ്ത് വെക്കാനും കിട്ടുന്നതായിരിക്കും ഗൈസ്. ഇത് നമ്മുടെ അടുത്ത സൈഡിലെ ബ്രേക്ക് ലൈറ്റിൻ്റെ വെട്ടമാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ തന്നെ ഇൻഡിക്കേറ്ററിൻ്റെ വെട്ടവും കാണിക്കാം. അപ്പോൾ ഗൈസ് ഇതാണ് ഇതിൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ വെട്ടവും വരുന്നത് ഗൈസ്. അപ്പോൾ ഇതാണ് ഗൈസ് ഇതിൻ്റെ ഒരു വെട്ടവും കാര്യങ്ങളും പിന്നെ ഇതിൻ്റെ ലുക്കും ഒക്കെ വരുന്നത് ഗൈസ്. അപ്പോൾ നമ്മളിത് ചെയ്തിരിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഗൈസ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതിൻ്റെ ഫുൾ മേക്കിംഗ് വീഡിയോ കാണാം ഗൈസ്. അതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ് ചെയ്ത് വെക്കുക ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഗൈസ്. നിങ്ങൾക്ക് എന്തെങ്കിലും മിനിച്ചറൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തുക ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിന് വേണ്ടത് ഇതുപോലത്തെ 2 LED വേണം ഗൈസ്. ഈ കാണുന്ന LED നമ്മുടെ ഇൻഡിക്കേറ്റർ എടുക്കുകയാണ് ഗൈസ്. ഇത് വെള്ള നിറമാണ് തെളിയുന്നത്. ഈ കാണുന്ന LED ആണ് ഗൈസ് നമ്മുടെ ബ്രേക്ക് ലൈറ്റിൻ്റെ. ഇത് വെള്ള നിറം തന്നെയാണ് തെളിയുന്നത്. അപ്പോൾ ഇതുപോലത്തെ 2 LED വേണം ഗൈസ്. അടുത്ത നമുക്ക് ഇതുപോലത്തെ ഒരു പീസ് വേണം ഗൈസ്. ഇതിപ്പോൾ ഞാൻ ബുക്ക് ചെയ്യുന്ന കണ്ടിച്ചെടുത്താണ് ഗൈസ്. അതിന് ശേഷം നമ്മൾ ഈ പീസ് നമ്മളൊരു കുഞ്ഞു പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക ഗൈസ്. നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ കറക്റ്റ് ഫിറ്റ് ആകുന്ന രീതി വേണം ഗൈസ് കട്ട് ചെയ്തെടുക്കാൻ. അതിന് ശേഷം നമ്മുടെ ഈ LEDകൾ ഇതിൻ്റെ അകത്തേക്ക് ഇറക്കി വെക്കണം ഗൈസ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇതിലൊരു ഹോൾ ചെയ്ത് കൊടുക്കണം ഗൈസ്. അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് 2 ലെഗ് ഉണ്ടല്ലോ. അപ്പോൾ 2 ലെഗും ഇറങ്ങിപ്പോകുന്ന രീതിയിൽ ഒരു സൈഡ് 2 ഹോൾ ഇട്ട് കൊടുക്കണം ഗൈസ്. അപ്പോൾ മാർക്ക് ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് ഗൈസ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഹോൾ ഇട്ടിട്ട് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാണ് ഗൈസ് ഹോൾ ചെയ്ത് വയ്ക്കുന്നത്. ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് തന്നെ ഈ LEDകൾ ഇതുപോലെ തന്നെ ഇറക്കി വെക്കാൻ സാധിക്കുന്നതായിരിക്കും ഗൈസ്. ഇതിപ്പോൾ നമ്മൾ 2 ലൈറ്റ് നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിപ്പുണ്ട് ഗൈസ്. അടുത്ത നമ്മൾ വേറൊരു പീസ് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം ഗൈസ്. ഇതിനെ ചുറ്റും ഒട്ടിക്കാൻ വേണ്ടി ഗൈസ്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മൾ കട്ട് ചെയ്ത പീസ്. ഇതിന് നടുവിലൂടെ ഒരു വര ഇട്ടിട്ട് നമ്മൾ അതിന് നടുഭാഗത്താണ് നമ്മൾ ആ ലൈറ്റൊക്കെ വെച്ച് ആ ഒരു പീസ് ഒട്ടിച്ചിരിക്കുന്നത് ഗൈസ്. അതിന് ശേഷം നമ്മളിത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അതിൻ്റെ ചുറ്റും ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക ഗൈസ്. നമ്മൾ ആദ്യം ഒന്ന് ഇതുപോലെ വെച്ച് നോക്കുക. അതിന് ശേഷം നമ്മൾ കറക്റ്റ് നേരെയൊക്കെ ആക്കിയിട്ട് വേണം പശ ഒഴിച്ച് ഒട്ടിക്കാൻ ഗൈസ്. പിന്നെ അത് ഒട്ടിക്കഴിഞ്ഞ് പറിച്ചെടുത്തത് കീറിപ്പോകും ഗൈസ്. പേപ്പറും കൂടെ ആയതുകൊണ്ട് നമ്മളിങ്ങനെ നോക്കി നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്യുക ഗൈസ്. Close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. ഗൈസ്, അപ്പോൾ നമ്മളിവിടെ അടിപൊളിയായിട്ട് തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഒട്ടിച്ചതിന് ശേഷം അത് വളഞ്ഞൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നേരെയാക്കുക. പിന്നെ ഒരു കാര്യം നോക്കേണ്ടത് നമ്മൾ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഈ ലൈറ്റ് ഒന്ന് തെളിച്ച് നോക്കണം ഗൈസ്. തെളിയുന്നുണ്ടോ? കാരണം ഒന്ന് നമ്മൾ പ്ലസ്റ്റിക്ക് വെച്ച് ഒട്ടിഞ്ഞാൽ ചിലപ്പോൾ ഇത് തെളിയാതെ വരും ഗൈസ്, പശ വീണിട്ട്. അതുകൊണ്ടാണ് ഗൈസ് നമ്മൾ ഇത് ഒട്ടിച്ച് കഴിയുമ്പോൾ തെളിച്ച് നോക്കണം. തെളിച്ച് നോക്കാതെ നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്തിട്ട് തെളിച്ച് നോക്കുമ്പോൾ തെളിഞ്ഞില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാകും. അതുകൊണ്ടാണ് ഗൈസ് നമ്മൾ ആദ്യം ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ബാക്കി സെറ്റ് ചെയ്യണം ഗൈസ്. അടുത്ത നമ്മൾ ബാക്കിലോട്ട് തള്ളിക്കുന്ന പീസ് നമ്മൾ കട്ട് ചെയ്ത് കളയണം ഗൈസ്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മളതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ ഭാഗം കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മുടെ വണ്ടിയുടെ ആ ഒരു ബാക്കിൽ ആ ഒരു ഫിറ്റാകുന്ന രീതി നമ്മൾ നോക്കിയിട്ട് അതനുസരിച്ച് നമ്മൾ അളവും കാര്യങ്ങളൊക്കെ കുറയ്ക്കണം ഗൈസ്. ഇനി ഇതിൻ്റെ നടുഭാഗത്തൊരു പീസ് സെറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ ഇതിൻ്റെ നടുഭാഗത്ത് നമ്മളൊരു പീസ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. അതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 2 ലൈറ്റായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഗൈസ്. ഇപ്പോൾ നമ്മുടെ ഒരു ലൈറ്റ് തെളിയുമ്പം ആ ലൈറ്റിൻ്റെ വെട്ടം അപ്പുറത്തെ സൈഡിലോട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് ഗൈസ് നമ്മൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഗൈസ്. അപ്പോൾ അടുത്ത നമ്മൾ ഇതിൻ്റെ മേളിൽ 2
പീസ് സെറ്റ് ചെയ്യണം ഗൈസ്. ഇപ്പോൾ ഒരു ബ്രേക്ക് ലൈറ്റ് ഇൻഡിക്കേറ്ററിന് ഒരു ഫീൽ കിട്ടാൻ വേണ്ടി ഗൈസ്. അപ്പോൾ നമ്മൾ ആദ്യം ഇൻഡിക്കേറ്ററിന് സെറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ സ്പ്രേ പെയിൻറ്റ് ബോട്ടിൻ്റെ അടപ്പാണ് ഗൈസ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊരു കുഞ്ഞ് പീസ് കട്ട് ചെയ്ത് നമ്മളിത് ഇതേപോലെ തന്നെ സെറ്റ് ചെയ്ത് വെക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ ഈ ലൈറ്റ് വെള്ളയാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻഡിക്കേറ്ററിൻ്റെ ആ ഒരു ഓറഞ്ച് കളറല്ല, അപ്പോൾ ആ ഒരു ലൈറ്റ് കിട്ടാൻ വേണ്ടിയും കൂടെയാണ് നമ്മൾ ഇതുപോലെ ഓറഞ്ച് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഗൈസ്. അപ്പോൾ അടുത്ത് നമ്മൾ ബ്രേക്ക് ലൈറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ കിറ്റ്കാറ്റിൻ്റെ ടിന്നിൽ നിന്നാണ് ഗൈസ് നമ്മൾ ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് അതിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതേ ആണ് നമ്മുടെ ലുക്ക് വരുന്നത് ഗൈസ്. ഗൈസ് അപ്പോൾ ഇതിൻ്റെ പണി ഒരു 80% തീർന്നിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ ഇത് ഒന്ന് തെളിച്ച് നോക്കണം ഗൈസ്. നമ്മൾ ഇത്രയും ചെയ്തിട്ട് നമ്മൾ തെളിച്ച് നോക്കണം, എന്നിട്ട് നമ്മൾ ബാക്കി ചെയ്യുള്ളൂ. നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ ലൈറ്റ് അടിപൊളി കത്തി, ബ്രേക്ക് ലൈറ്റ് അടിപൊളിയായിട്ട് അതിനെ കത്തിയിട്ടുണ്ട് ഗൈസ്. അത്യാവശ്യം നല്ല വെട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഇൻഡിക്കേറ്റർ ലൈറ്റിനായാലും അതുപോലെ ബ്രേക്ക് ലൈറ്റിനായാലും നല്ല വെട്ടവും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഉണ്ട് ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മൾ ഇതിപ്പോൾ 2 എണ്ണം നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മളെ ബ്രേക്ക് ലൈറ്റ് ഇൻഡിക്കേറ്ററും നമ്മൾ 2 സൈഡിലെ നമ്മൾ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് പെയിൻറ്റ് അടിക്കണം ഗൈസ്. പെയിൻറ്റ് അടിച്ചിട്ട് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമ്മളിത് 2 പെയിൻറ്റ് അടിച്ച് നല്ല സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത് ഇതാണ് ഗൈസ്. ഇത് പെയിൻറ്റും കൂടെ അടിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതാണ് ഗൈസ്. പിന്നെ പണി ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻഡിക്കേറ്ററിനെ സർക്യൂട്ട് ചെയ്യണം. ഇൻഡിക്കേറ്ററിനെ സർക്യൂട്ട് ചെയ്യുന്ന വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ആ വീഡിയോ കിട്ടാൻ വേണ്ടി നിങ്ങൾ ഈ ചാനലൊന്ന് സബ് ചെയ്ത് വെക്കുക ഗൈസ്. അപ്പോൾ നമ്മൾ ആ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നമ്മൾ അത് ചെയ്യുന്ന വീഡിയോ അധികം താമസിക്കാതെ വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലിന് സബ് ചെയ്ത് വെക്കുക ഗൈസ്. പിന്നെ നിങ്ങളുടെ മിനിയേച്ചറൊക്കെ ഉണ്ടാക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ്. പിന്നെ നിങ്ങളുടെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഗൈസ്. നമ്മളെ നോക്കിയിട്ട് തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്തിൻ്റെയൊക്കെ മിനിയേച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മളെ നോക്കിയിട്ട് തീർച്ചയായിട്ടും ഉണ്ടാക്കുന്നതായിരിക്കും ഗൈസ്. നമ്മുടെ ഈ ചാനലിൽ മിനിയേച്ചർ വീഡിയോസ് അതുപോലെ ടെക് വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ് ചെയ്ത് വെക്കുക ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടുന്നതായിരിക്കും. നമ്മൾ അതുപോലത്തെ നല്ല കിടിലൻ വീഡിയോസൊക്കെ നമ്മൾ ഇനിയും ചെയ്യുന്നതായിരിക്കും ഗൈസ്. പിന്നെ നമ്മൾ ഇതിനു മുമ്പ് ഈ വണ്ടിയുടെ തന്നെ പാർട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അതെല്ലാം നമ്മൾ പ്ലേലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. താല്പര്യമുള്ളവർ കയറി നോക്കുക ഗൈസ്. അതിൻ്റെ അകത്ത് ഈ വണ്ടിയുടെ ഫസ്റ്റ് പാർട്ട് തൊട്ടുള്ള വീഡിയോസ് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നത് എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത്ര ഉള്ള ഗൈസ് നമ്മുടെ വീഡിയോ വരുന്നത്. ചാനൽ മറക്കാതെ സബ് ചെയ്ത് നോക്കുക ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഗൈസ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ഗൈസ്. അതുവരേക്കും ബൈ.